സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മധ്യേഷ്യയുടെ വലിഞ്ഞുമുറുകിയ നിലവിലെ പശ്ചാത്തലത്തിൽ മേഖലയിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്ത് ഇറാൻ പ്രസിഡന്റ് സൗദി വിദേശകാര്യമന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തി. സൗദി വിദേശകാര്യമന്ത്രി അമീർ ഫൈസൽ ബിൻ ഫർഹാനും ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ മസൂദ് പെസെഷ്കിയാനും കാര്യങ്ങൾ വിശദമായി വിലയിരുത്തി. ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ വെച്ചാണ് ഇരുവരും ചർച്ച നടത്തിയത്. കൂടിക്കാഴ്ചയിൽ സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെയും കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാന്റെയും ആശംസകൾ ഇറാൻ പ്രസിഡന്റിന് വിദേശകാര്യമന്ത്രി കൈമാറി. ഇറാൻ പ്രസിഡന്റും തിരിച്ചും ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചു. വിവിധ പ്രകൃതി ദുരന്തങ്ങളിലും മറ്റും പ്രതിസന്ധികളിലും പെട്ട് പ്രയാസപ്പെടുന്ന യമനിലെയും സുഡാനിലെയും ജനങ്ങൾക്ക് സൗദി അറേബ്യയുടെ സഹായം തുടരുന്നു. സൗദി ജീവകാരുണ്യ ഏജൻസിയായ കിങ് സൽമാൻ സെന്റർ ഫോർ ഹ്യൂമാനിറ്റേറിയൻ റിലീഫ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് ഭക്ഷണവും പാർപ്പിട സഹായങ്ങളും അടക്കമുള്ളവ വിതരണം ചെയ്യുന്നത്. യമനിലെ ഷാവ ഗവർണറേറ്റിലെ അർമ, ജർദാൻ ജില്ലകളിലെ നിർധന ആളുകൾക്ക് സൗദി കഴിഞ്ഞ ദിവസം 6000 ഈത്തപ്പഴപ്പെട്ടികൾ വിതരണം ചെയ്തിരുന്നു. ഈ സഹായ പദ്ധതി 36,000 പേർക്ക് പ്രയോജനപ്പെട്ടതായി സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. സൗദിയിൽ മദ്യ മയക്കുമരുന്ന് കേസുകളിൽ 3 മാസത്തിനിടെ 15ലേറെ വധശിക്ഷകൾ നടപ്പിലാക്കി. മദ്യക്കടത്ത് മുതൽ ഹെറോയിൻ പിടികൂടിയ കേസുകളിലാണ് നടപടി. ഇതിൽ 2 പേർ സൗദികളും 13 പേർ വിദേശികളുമാണ്. മയക്കുമരുന്ന് കേസിൽ കടുത്ത ശിക്ഷയാണ് സൗദിയിൽ നൽകാറുള്ളത്. അതിലെ പരമാവധി ശിക്ഷയാണ് മരണം. വിചാരണ പൂർത്തിയാക്കി കുറ്റം തെളിഞ്ഞാൽ ഹെറോയിൻ, കൊക്കൈൻ കേസുകളിൽ വധശിക്ഷ ഉറപ്പാണ്. മദ്യക്കടത്ത് കേസുകളിൽ കേസിന്റെ സ്വഭാവവും ഗൗരവവും അനുസരിച്ചാണ് വധശിക്ഷ വിധിക്കാറുള്ളത്. 3 മാസത്തിനിടെ 15 വധശിക്ഷ സൗദിയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതിൽ 2 പേർ മാത്രമാണ് സൗദികൾ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവേഷണങ്ങൾക്ക് ധനസഹായങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ മന്ത്രാലയം 475 ഗവേഷണ പ്രമേയങ്ങൾക്ക് 2,46,09,776 റിയാലിന്റെ സഹായം നൽകും. ഒമാനിലെ PhD ഗവേഷകർ, മാസ്റ്റേഴ്സ് ആൻഡ് ബാച്ചിലേഴ്സ് ഗവേഷകർ, യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ എന്നിവർക്ക് തുക ലഭിക്കും. 158 ഡോക്ടറേറ്റ് പ്രൊജക്റ്റുകളും 145 മാസ്റ്റേഴ്സ് ആൻഡ് ബാച്ചിലേഴ്സ് പ്രൊജക്റ്റുകളും 172 ഉന്നത വിദ്യാഭ്യാസ പ്രൊജക്റ്റുകളും ഇതിൽ ഉൾപ്പെടും. വൈദ്യുതി ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി മസ്കറ്റ് ഗവർണറേറ്റിൽ പരിശോധനയ്ക്ക് തുടക്കമിട്ട് ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം. വിവിധ വിലായത്തുകളിലെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ മേഖലയെ ലക്ഷ്യമിട്ട് സംയുക്ത പരിശോധന ക്യാമ്പയിൻ നടത്തും. വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് മെട്രോളജിയുമായി സഹകരിച്ചാണ് പരിശോധന. അധികൃതർ നിർദ്ദേശിച്ച സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉപകരണങ്ങളിൽ പാലിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തും. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെയും എക്സിക്യൂട്ടീവ് നിയമങ്ങളുടെയും വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും വഞ്ചനാപരവും വ്യാജ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും ഇത് തടയും. നിയമലംഘകർക്കെതിരെ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. വാട്ടർ ഹീറ്ററുകൾ, ഗാർഹിക പ്ലഗുകളും ചാർജറുകളും, വൈദ്യുതി പാചക പാത്രങ്ങൾ, ബ്ലെൻഡറുകൾ, ജ്യൂസറുകൾ, ഗ്രൈൻഡറുകൾ, ഇലക്ട്രിക് ഹെയർ ഡ്രയറുകളും ഡ്രസ്സറുകളും തുടങ്ങിയവയാണ് പരിശോധനയിൽ വരുന്ന ചില ഉൽപ്പന്നങ്ങൾ. രാജ്യത്തെ തൊഴിൽ നിയമ ലംഘനങ്ങൾക്കെതിരെയുള്ള പരിശോധനകൾ വിവിധ ഗവർണറേറ്റുകളിൽ ശക്തമായി തുടരുന്നു. വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ നിന്നും സെപ്റ്റംബറിൽ 638 പ്രവാസി തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തതായി മന്ത്രാലയം അറിയിച്ചു. നിരവധി തൊഴിൽ നിയമ ലംഘനങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. 80 കേസുകൾ പബ്ലിക് പ്രോസിക്യൂഷന് ഈ കാലയളവിൽ കൈമാറി. തൊഴിൽ മന്ത്രാലയത്തെ പ്രതിനിധീകരിച്ച് ഗവർണറേറ്റിലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ ജോയിന്റ് ഇൻസ്പെക്ഷൻ ടീമാണ് പരിശോധന നടത്തിയത്. താമസ കാലാവധി പുതുക്കാത്ത 260 തൊഴിലാളികളെയും കണ്ടെത്തിയിട്ടുണ്ട്. രാജ്യത്ത് സ്വദേശിവൽക്കരണ നടപടികളും വിസ വിലക്കുകളും കർശനമാക്കുന്നതിനോടൊപ്പം ശക്തമായ പരിശോധനയും തുടരുകയാണ്. സ്വദേശിവൽക്കരിച്ച തസ്തികകളിൽ വിദേശികളെ നിയമിക്കുന്നത് കണ്ടെത്തുന്നതിന് കർശന പരിശോധനയും തൊഴിൽ മന്ത്രാലയം നടത്തിവരുന്നുണ്ട്. ഇതുൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിന് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസ് വിഭാഗവുമായി ചേർന്ന് മന്ത്രാലയം പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഈ വർഷം ജൂലൈ വരെയുള്ള കാലയളവിൽ 12,000 നിയമലംഘകരെയാണ് പിടികൂടിയത്. സ്വദേശിവൽക്കരിച്ച തസ്തികകളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് പുറമെ അനധികൃതമായി ഒമാനിൽ പ്രവേശിച്ച് തൊഴിലെടുക്കുന്നവർ ഉൾപ്പെടെയുള്ള നിയമലംഘകരെ നിരവധി ശിക്ഷകളാണ് കാത്തിരിക്കുന്നത്.
തലസ്ഥാന നഗരത്തിലെ പൊതുഗതാഗത മേഖലയുടെ വികസനത്തിന് പ്രധാന പരിഗണനയെന്ന് 2040 വിഷൻ ഇംപ്ലിമെന്റേഷൻ ഫോളോ അപ്പ് യൂണിറ്റിന്റെ വാർഷിക റിപ്പോർട്ട്. മസ്കറ്റ് മെട്രോ ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഇതിന്റെ ഭാഗമാണ്. പൊതുഗതാഗതം, ഇലക്ട്രിക് വാഹനങ്ങൾ, ഗതാഗത മേഖലയുടെ മറ്റു ക്രമീകരണങ്ങൾ എന്നിവയിലൂന്നിയാണ് ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം പ്രവർത്തിച്ചു വരുന്നതെന്നും വാർഷിക റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം മസ്കറ്റ് മെട്രോയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പഠനങ്ങൾ ഈ വർഷം അവസാനത്തോടെ പൂർത്തിയാകും. ശതകോടി റിയാൽ നിക്ഷേപം ആവശ്യമുള്ള നിർദ്ദിഷ്ട മെട്രോ ലൈൻ 55 കിലോമീറ്ററിലധികം നീളവും 42 പാസഞ്ചർ സ്റ്റേഷനുകൾ ഉൾക്കൊള്ളുന്നതും ചെയ്യുന്നതാണ്. ഗതാഗതക്കുരുക്ക് കുറയ്ക്കുക, വിനോദസഞ്ചാരികൾക്കുള്ള നഗരത്തിന്റെ ആകർഷണം വർദ്ധിപ്പിക്കുക, റൂവിയിലെയും മത്രയിലെയും വാണിജ്യ കേന്ദ്രങ്ങളെ സൗത്ത് സീബുമായി ബന്ധിപ്പിക്കുന്ന കാര്യക്ഷമമായ ജനകീയ ഗതാഗത സംവിധാനം സ്ഥാപിക്കുക, വിമാനത്താവളത്തിലേക്ക് ഒരു അധിക പാതയും മറ്റ് പൊതുജനങ്ങളുമായി സംയോജിപ്പിക്കലും മസ്കറ്റ് മെട്രോ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു. മിഡിൽ ഈസ്റ്റ് മേഖലയിൽ യുദ്ധം വ്യാപിക്കുമെന്ന ഭീഷണി നിലനിൽക്കെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കേൻ ബുധനാഴ്ച ഖത്തർ സന്ദർശനത്തിനെത്തി. ഇറാൻ യുദ്ധത്തിനായി താൽപ്പര്യപ്പെടുന്നില്ലെന്നും എന്നാൽ തങ്ങൾ നടത്തിയ മിസൈൽ ആക്രമണത്തിന് ഇസ്രായേൽ തിരിച്ചടിച്ചാൽ ശക്തമായ പ്രതികരണമുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യമായി അറിയപ്പെടുന്ന തിമിംഗല സ്രാവുകൾ ഒമാൻ കടലിലേക്ക് എത്തിത്തുടങ്ങി. തിമിംഗലത്തിന്റെ രൂപവും സ്രാവിന്റെ കുടുംബത്തിൽപ്പെട്ടതുമായതിനാലാണ് ഇത് തിമിംഗല സ്രാവ് എന്ന് അറിയപ്പെടുന്നത്. സെപ്റ്റംബർ മുതൽ നവംബർ വരെയാണ് ഇവ ഒമാൻ കടലിലുണ്ടാവുക. അൽ മൗജിലെ ശാന്തവും തെളിഞ്ഞതുമായ നീലക്കടൽ നിരവധി മത്സ്യങ്ങളെയും കടൽ ജീവികളെയും ആകർഷിക്കുന്നുണ്ട്. പ്രകൃതി സ്നേഹികൾക്കേറെ മനോഹരമായ കാഴ്ചയാണ് അൽ മൗജ് കടൽ ഒരുക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സഹകരണം കൂടുതൽ ശക്തമാക്കാൻ ഒരുങ്ങി ഇന്ത്യയും ഒമാനും. ഇതിന്റെ ഭാഗമായി സംയുക്ത ഡിഗ്രി പ്രോഗ്രാം തുടങ്ങാൻ തീരുമാനിച്ചു. സൊഹർ യൂണിവേഴ്സിറ്റിയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് റോഹ്തക്കുമാണ് സംയുക്ത ഡിഗ്രി പ്രോഗ്രാം തുടങ്ങാൻ ധാരണയിലെത്തിയത്. ഇത് സംബന്ധിച്ച കരാർ ഇന്ത്യൻ അംബാസിഡർ അമിത് നാരംഗ് സൊഹർ സർവകലാശാലയുമായി ഒപ്പുവെച്ചു. വൻതോതിൽ മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 4 പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. തെക്കൻ ഷെർക്കിയ ഗവർണറേറ്റ് പോലീസ് കമാൻഡുമായി സഹകരിച്ച് മയക്കുമരുന്ന്, സൈക്കോട്രോപിക് ലഹരി വസ്തുക്കൾ എന്നിവയെ പ്രതിരോധിക്കാനുള്ള ജനറൽ ഡിപ്പാർട്ട്മെന്റാണ് ഏഷ്യൻ പ്രവാസികളെ പിടികൂടിയത്. 79 കിലോഗ്രാം ക്രിസ്റ്റൽ മെത്ത്, ഹാഷിഷ്, 24,000 സൈക്കോട്രോപിക് ഗുളികകൾ എന്നിവ പ്രതികളുടെ അടുത്തുനിന്നും പിടിച്ചെടുത്തു. നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് അധികൃതർ വ്യക്തമാക്കി.